കേരള വഖഫ് ബോർഡ് നിയമനത്തിനെതിരെ ക്രിസ്ത്യൻ സംഘടന ഹൈക്കോടതിയിൽ. ക്രിസ്ത്യൻ സംഘടനയ്ക്ക് വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ എന്താ പറയാൻ? വഖഫ് ബോർഡ് രൂപീകരണം നിയമവിരുദ്ധമാണെന്നാണ് ആക്ഷേപം. വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചു. 2 അമുസ്ലിം അംഗങ്ങളെ നിയമിച്ചില്ല. മുനമ്പത്തെ ഭൂമിയിലെ വിവരങ്ങൾ ബോർഡ് നേരിട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് നിയമവിരുദ്ധമെന്നും ഹർജിയിൽ പറയുന്നു. അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ആണ് ഹർജി നൽകിയത്. ശ്യാം ദേവരാജ് ആണ് കൂടുതൽ വിവരങ്ങളുമായുള്ളത്. ശ്യാം ദേവരാജ്, ഇവർ ഈ ക്രിസംഖികളാണോ? എന്താണ് ഇവർക്ക് ഇതിനകത്ത് താല്പര്യം? നമുക്ക് അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല ഡോക്ടർ അരുൺ. അത് എന്താണ് ഇതിന്റെ സ്വഭാവം, ഈ ഹർജിയുടെ സ്വഭാവം എന്നത് ഈ ഹർജി പരിഗണനയ്ക്ക് വരുമ്പോഴായിരിക്കും നമുക്കൊരുപക്ഷെ മനസ്സിലാകുക, കോടതിയിലായിരിക്കും മനസ്സിലാകുക. നമ്മളും അത് കാത്തിരിക്കുകയാണ്. കേരള വഖഫ് ബോർഡിന്റെ നിയമനത്തിനെതിരെയാണ് ക്രിസ്ത്യൻ സംഘടനയായ അസംബ്ലീസ് ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ഹർജി നൽകിയത്. വഖഫ് ബോർഡ് രൂപീകരണം തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചു. 2 അമുസ്ലിം അംഗങ്ങളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമനം, ഈ സംഘാടനം നിയമവിരുദ്ധമാണ്. വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ചുമതലയുള്ള മുത്തവല്ലിമാരാണ്. മുനമ്പത്തെ ഭൂമിയിലെ വിവരങ്ങൾ ബോർഡ് നേരിട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. ഇത് നിയമവിരുദ്ധമാണെന്ന ആക്ഷേപവും കൂടി ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. 11 അംഗങ്ങളുള്ള ബോർഡിന് പകരം 9 അംഗങ്ങളെയാണ് ആദ്യം നിയമിച്ചത്. ശേഷിക്കുന്ന 2 അംഗങ്ങളെ പിന്നീട് നിയമിക്കാമെന്നാണ് സർക്കാർ നിലപാടെടുത്തത്. ഈ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയുടെ വിവരങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് വഖഫ് ബോർഡാണ്. എന്നാൽ വഖഫ് ബോർഡിന് ആ ചുമതല, വഖഫുകളുടെ മുത്തവല്ലിമാരാണ് ആ ചുമതല ഏറ്റെടുക്കേണ്ടത്. അത് ബോർഡ് അതിൻ്റെ അധികാരം അതിക്രമിച്ചു, ലംഘിച്ചു എന്ന ആക്ഷേപവും കൂടി ഹർജിയിൽ ഉയർത്തുന്നുണ്ട്. ഇതൊരു പൊതുതാൽപര്യ ഹർജിയാണ്. പൊതുതാൽപര്യ ഹർജിയായിട്ടാണ് ഇപ്പോൾ ഈ ഹർജി വന്നിരിക്കുന്നത്. നീ ആരുടെ താല്പര്യമാണ്, ഇവരുടെ താല്പര്യം എന്താണ് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പുതിയൊരു ടീമും കൂടി എത്തുകയാണ്. അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ആണ് ഹർജി നൽകിയിരിക്കുന്നത്. എന്തിനാണ്